ഈ നമ്മൾ പിറവപ്പള്ളിയിലെ റാസയെ പറ്റി പറഞ്ഞപ്പോഴേ, ആ പിറവപ്പള്ളിയിലെ റാസയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പം എന്നോട് അല്ലെങ്കിലും വടക്കൻ ഭാഗത്ത് ഞങ്ങൾക്ക് വലിയ സ്വാധീനമൊന്നും. എനിക്കൊരു ഇന്ത്യൻ ഓർത്തഡോക്സ് ഇട്ട വോയിസ് ക്ലിപ്പാണ് വാട്സാപ്പിൽ. ആശ തെക്കോട്ട് നോക്കും. അത് ശരി. അപ്പൊ വടക്ക് ഞങ്ങൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. അപ്പൊ ഇൻഫ്ലുവൻസ് ഇല്ലാത്തടത്ത് എന്തിനാണ് നിങ്ങൾ ഈ പള്ളി പിടിക്കാൻ വേണ്ടി പോയത്? അത് സുപ്രീം കോടതി പറഞ്ഞാൽ പിടിക്കാതിരിക്കാൻ പറ്റുമോ? ശരി. അപ്പൊ നിങ്ങൾക്ക് എന്തില്ലായിരുന്നു? ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഈ വടക്കായതുകൊണ്ടാണ്. തെക്കാണ് ഞങ്ങളങ്ങ്. അപ്പൊ എന്താ തെക്ക്? ഞാനൊരു വീഡിയോ കാണിക്കാം. ഇതുണ്ടോ ഈ വീഡിയോ? കിടക്കുന്നു. ഓർത്തഡോക്സുകാരൻ പയ്യൻ ഇട്ടിരിക്കുന്ന വീഡിയോയാണ്. ഇനിയിപ്പോ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ഇതുണ്ടോ? അതായത് ഓർത്തഡോക്സുകാരുടെ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മെത്രാൻ കക്ഷി അല്ലെങ്കിൽ കഞ്ഞിക്കുഴി സഭ, ഇവരുടെ ഒരു കൺവെൻഷൻ കൊട്ടാരക്കരയിൽ നടക്കുകയാണ്. അപ്പോൾ ഈ പയ്യനെ ഈ വീഡിയോയിൽ പറയുന്നത് നാണം കെടുത്തിയെന്നാണ് പറയുന്നത്. അതാണ് കൊട്ടാരക്കര കൺവെൻഷൻ. നോക്ക്, മെത്രാച്ചന്മാരെ, അച്ഛന്മാരെ, ചെമ്മാശന്മാരെ എല്ലാം കൂടെ 5-10 പേര് സ്റ്റേജിലുണ്ട്. ഇതാണ് രസം. ഈ പിറവത്തെ പെരുന്നാളിനേക്കാളും ഗതികേടായിപ്പോയി. ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ പരിപാടി. നോക്കി, 129-ാം വർഷം പിന്നിട്ടു. 130ാമത് കൺവെൻഷനാണ് 2 ദിവസമായി നടക്കുന്നത്. ഇതാണ് 130ാമത്തെ കൺവെൻഷന്റെ ഒഴിഞ്ഞ കസേരകളുള്ള കണ്ടോ കിടക്കുന്നേ. ഇതാണ് സ്ഥിതി. കൊട്ടാരക്കരയാണെന്ന് ഓർക്കണം. അപ്പൊ ഈ വീഡിയോയിൽ നരേറ്റ് ചെയ്യുന്ന ആ പയ്യൻ പറയുന്നത് കൊട്ടാരക്കരയിലെ IPC-കാരുടെ കൺവെൻഷൻ, വലിയ കൺവെൻഷനാണ് കൊട്ടാരക്കര IPC കൺവെൻഷൻ. കൊട്ടാരക്കര TPM കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൺവെൻഷൻ. മാരാമൻ കൺവെൻഷനൊക്കെ ആളുണ്ട്. കൊട്ടാരക്കര TPM കൺവെൻഷനാണ് ഏറ്റവും വലിയ കൺവെൻഷൻ. മാരാമൻ കൺവെൻഷനാണ് പേരുള്ളത്. പക്ഷേ കൊട്ടാരക്കരയിലെ TPM കൺവെൻഷൻ്റെ അത്ര ആളില്ല. കൊട്ടാരക്കര TPM കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണണം, 10,000-ങ്ങളാണ് കൂടുന്നത്. എല്ലാവർക്കും ഭക്ഷണവും അവർ കൊടുക്കുന്നുണ്ട്. വലിയൊരു സംഭവമാണ്. ഇനി കൊട്ടാരക്കര IPC കൺവെൻഷൻ, കൊട്ടാരക്കര മാർത്തോമാ സഭക്കാരുടെ കൺവെൻഷൻ, ഇനി ഇതെല്ലാം പോട്ട് കൊട്ടാരക്കര നമ്മുടെ യേശു ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്ന ടിനുവിന്റെ കൺവെൻഷൻ. അപ്പൊ ടിനുവിന്റെ ഒക്കെ കാല് കഴുകി ഓരോ ഔൺസ് വെള്ളം ഇവര് മോന്തുന്ന നല്ലതായിരിക്കും. ഇവരെ കൊട്ടാരക്കരത്ത് ഇവരുടെ പ്രകടനം വളരെ. അപ്പൊ വടക്ക് മാത്രമല്ലല്ലോ, തെക്കും നിങ്ങൾക്ക് ക്ഷീണാണല്ലോ. വടക്ക് പിന്നെ പോട്ടെ, വടക്കായതുകൊണ്ട് ആള് കൂടിയില്ല. ഇതിപ്പോ തെക്കെന്നാ പറ്റി? നിങ്ങളുടെ ശക്തി കേന്ദ്രമല്ലേ നടക്കുന്നത്. 1ഉം 2ഉമല്ല, 130ാമത് കൺവെൻഷൻ. എന്തൊരു നല്ല നമുക്ക് കായിക സംഘം തകർത്ത് പാടുന്നു. ഫ്രണ്ടിലത്തെ വെള്ള കസേരയൊക്കെ കണ്ടോ കാലിയായിട്ടിരിക്കും. ആത്മാക്കൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് ആ കസേര, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ കസേരയിലൊക്കെയാണ് ആത്മാക്കൾ ഇരിക്കുന്നത്. ആത്മാക്കൾ ഇരുന്ന് കൺവെൻഷൻ കേൾക്കുകയാണ്. നിങ്ങൾ യാക്കോക്കാരെ പോലെയല്ല, ഞങ്ങൾ സത്യവിശ്വാസികളാണ്. ഞങ്ങൾ ഈ ആത്മാക്കൾ വരും എന്ന് വെറുതെ പറയല്ല. വരുന്ന ആത്മാക്കൾക്ക് ഇരിക്കാൻ വേണ്ടി വെളുത്ത തുണി പുതച്ച് കസേര കണ്ടോ ഇരിക്കുന്നത്. ആത്മാക്കൾ ഇരിക്കുന്നുണ്ടോ? സുവിശേഷ കൺവെൻഷൻ കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടു. നാണമില്ലേ ഇങ്ങനെ വേഷം കെട്ടാനും വിശ്വാസികളുടെ വിയർപ്പിന്റെ അംശം ദൂർത്തടിക്കാനും? ഒന്നുമില്ലെങ്കിലും കൊട്ടാരക്കരയിലുള്ള ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. കൺവെൻഷൻ നടത്താൻ അറിയില്ലെങ്കിൽ, അതിനെ അല്പം സമയം ചെലവഴിക്കാൻ ഇല്ലെങ്കിൽ എനിക്കും കിട്ടണം പണം എന്ന ചിന്തയിൽ ആള് കളിക്കാൻ നിൽക്കരുത്. കൊട്ടാരക്കരയുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാണോ ഇതിന്റെ സംഘാടകരെന്ന് അറിയില്ല. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ബ്രദറൺ, മാർത്തോമ, TPM, IPC കൺവെൻഷനുകൾ ഒന്ന് പോയി കണ്ടു നോക്കണം. ഈ വീഡിയോ ഇറക്കിയ ആള് കൊട്ടാരക്കരയുള്ള ഒരു തികഞ്ഞ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരു വ്യക്തിയാണെന്ന് ഉറപ്പാണ്. അതൊക്കെ വളരെ ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. ഞാൻ വീഡിയോ മുഴുവൻ കാണിക്കുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് കാണുക. അപ്പൊ അദ്ദേഹം പറയുന്നത്, എടാ 500 രൂപയും ബിരിയാണിയും കൊടുത്തിരുന്നെങ്കിൽ ബംഗാളികൾ വന്നേനെ. ഇനി 500 രൂപയും ബിരിയാണിയും വേണ്ട, 200 രൂപയും പെറോട്ടയും കൊടുത്താൽ പോലും ആളെ പുള്ളി കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിനു മുമ്പത്തെ കൺവെൻഷനിൽ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു അച്ഛൻ അങ്ങനെയാണ് കൺവെൻഷൻ നടത്തിയെന്നും ആ അച്ഛൻ മരിച്ചുപോയി. ആ അച്ഛൻ ഉണ്ടായിരുന്നപ്പം ബംഗാളികളെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് നിറച്ചോണ്ടായിരുന്നതെന്നും ഇപ്രാവശ്യം 200 രൂപയും പെറോട്ടയും മുടക്കാത്തതുകൊണ്ട് നമ്മുടെ കൺവെൻഷൻ പൊളിഞ്ഞു പോയെന്നും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം 200 രൂപയും പെറോട്ടയും കൊടുത്ത് നമുക്ക് ആളെ നിറയ്ക്കണമെന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ തീരുന്നത്. നല്ല രസമുണ്ട്. ഏതായാലും ആ വീഡിയോ ഇറക്കിയ ആ ആള് വളരെ മിടുക്കനാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് തെക്കൻ പ്രദേശത്തും ഗതി. ഇപ്പൊ വടക്ക് മാത്രമല്ല, തെക്കും രക്ഷയില്ല. മനസ്സിലായോ? ഇവരുടെ ഈ ധിക്കാരവും നുണപ്രചരണവും ധാർഷ്ട്യവും അഹങ്കാരവും ഈ സ്വത്തുമോഹവും ഇതാണോ ക്രിസ്ത്യാനിക്ക് പറഞ്ഞാണോ? ഇതൊക്കെ കാരണം
ഇവരുടെ ആളുകൾ തന്നെ ഇവരിൽ നിന്ന് പുറംതിരിയുന്നു. ഇവരുടെ ആളുകൾ പലരും പ്രഥമൻകാരുടെ കൺവെൻഷനും പെന്തക്കോസുകാരുടെ കൺവെൻഷനും പിന്നെ ന്യൂജൻ കൾട്ട് ടിനുവിന്റെ കൺവെൻഷനും ഒക്കെ പോയി ഇരിപ്പുണ്ട്. ഇവിടോട്ട് വരുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത്തരത്തിലുള്ള നുണകളും വ്യാജങ്ങളും, അല്ല നിങ്ങൾക്ക് ആ കൺവെൻഷൻ കണ്ടിട്ട് നല്ല ആ കസേരയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും ഫ്രണ്ട്ലി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നിരകൾ. ഒരു കൺവെൻഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ യാക്കോക്കാർക്ക് വലിയ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പുത്തൻകുരിശിൽ പോലും അവരങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തില്ല. പുത്തൻകുരിശിലൊക്കെ അടുത്ത കൺവെൻഷൻ നിങ്ങൾ വെക്കുമ്പോൾ ഫ്രണ്ടിൽ കുറച്ച് അങ്ങനത്തെ കസേര ഈ ആത്മാക്കൾക്ക് ഇരിക്കാൻ വേണ്ടി വെക്കണം. അല്ലെങ്കിൽ എങ്ങനെ എന്ത് തോന്നും, ആത്മാക്കളും വന്നിരിക്കട്ടെ. അത് അങ്ങനെയാണ്. ഇവർ മൊത്തത്തിലൊരു തോൽവിയാണല്ലോ ഈ കാര്യങ്ങളിൽ.